ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു പ്രശ്നം തന്നെയാണ്. നമ്മളിൽ കുറേ ആൾക്കാരുണ്ട്, എന്തെങ്കിലും ഒരു വിഷമോ സങ്കടമൊക്കെ വരുന്ന സമയത്ത് അത് സ്റ്റാറ്റസ് ഇടുന്ന ആൾക്കാർ, അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ സ്റ്റോറീസ് ആയിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ. നോർമലായിട്ട് നമ്മൾ ഇടയ്ക്കൊരു സ്റ്റാറ്റസ് ഇടുന്നു അല്ലെങ്കിൽ ഒരു സാഡ് സ്റ്റോറി ഇടുന്നതൊന്നും വലിയ കുഴപ്പമുള്ളൊരു കാര്യമൊന്നുമല്ല. പക്ഷേ നമ്മളിത് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മളിട്ട സ്റ്റോറി ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യുന്നു. ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അത് ചെറിയൊരു പ്രശ്നം തന്നെയാണ്. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ യഥാർത്ഥ പ്രശ്നം അവിടെ സോൾവ് ചെയ്യപ്പെടുന്നുമില്ല. നമ്മൾ പിന്നെയും ആ ലൂപ്പ് തന്നെ നിന്നുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കൊക്കെ വർക്ക് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി AI ടൂൾസ് വെച്ചുകൊണ്ട് തന്നെയാണ്. നമ്മളൊരു സാഡ് സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു റീൽസൊക്കെ ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കാണുകയും ചെയ്ത് കഴിഞ്ഞാൽ അതുമായി കണക്ട് ചെയ്തിട്ടുള്ള കുറേ സാഡായിട്ടുള്ള സ്റ്റോറീസും അതുപോലത്തെ പാട്ടുകളൊക്കെ വെച്ചിട്ടുള്ള കുറേ സംഭവങ്ങൾ നമ്മുടെ ഫീഡിലേക്ക് വരും. നമ്മൾ പിന്നെയും ഇതൊക്കെ എനിക്കുണ്ടല്ലോ, ഞാനിങ്ങനെ തന്നെയാണല്ലോ, ഞാൻ ഒറ്റക്കാണല്ലോ, എൻ്റെ കൂടെ ആരുമില്ലല്ലോ, ഇങ്ങനെ കമ്പയർ ചെയ്ത് നമ്മളൊന്നുമല്ലാത്ത അവസ്ഥയിലാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കൊരു പ്രശ്നമോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയേണ്ട ആൾക്കാരടുത്ത് ഓപ്പണായിട്ട് പറയുക. ഇത് റിയൽ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം. ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത് ജസ്റ്റ് ഒരു ടൂള് മാത്രമാണ്. അതിന് ഒരു ഹ്യൂമൻസിൻ്റെ ഇമോഷനോ മറ്റൊന്നും കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാനൊരു കഴിവില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അപ്പം തന്നെ സ്റ്റോറി ഇടുന്ന നിങ്ങളുടെ സുഹൃത്തിന് ഈ വീഡിയോ ഇപ്പം തന്നെ അയച്ചു കൊടുത്തു.